ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരിയൊക്കെ കഴുകി വൃത്തിയാക്കി കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ വേണ്ടി വരും ഇത് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുതിർക്കാൻ വെച്ച അരിയാണ് കേട്ടോ. 2 മണിക്കൂറിനധികമായി സമയം. അപ്പോൾ ഇനി ഇതൊന്ന് എടുത്തിട്ട് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. എന്നിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഇതിലോട്ടാണ് കേട്ടോ ഞാൻ ഇടണത്. വെള്ളം പോവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ അമ്മയൊക്കെ ഇങ്ങനെ തോർത്തിൽ കെട്ടിയിട്ടാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പോൾ വെള്ളം പോകും. ഇപ്പോൾ ഇനി ഇതിൽ വെള്ളം ഒന്ന് പോയിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ. കുതിർക്കാൻ വെച്ച അരിയൊക്കെ പൊടിച്ചിട്ടു, മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തു. അതേപോലെ പഴം മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. പഴം ഇനി ഇതിലോട്ട് ഏലക്ക കൂടി ഇടണം. ഏലക്ക കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഒരു 4 പഴം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ്ട് ഒരു 5 ഏലക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ ശർക്കരപ്പാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഏലക്കായും ചെറുപഴവും കൂടി മിക്സിയിൽ അടിച്ചെടുത്താണ് കേട്ടോ. അത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. പുതിയ ഉണ്ണിയപ്പച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വേണ്ട, വ്യാഴാഴ്ച വാങ്ങിച്ചതാണ്. സുത്തൂന് ഉണ്ണിയപ്പം ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്, സാറിനും ഇഷ്ടമാണ്. അപ്പം അങ്ങനെ നമ്മൾ പൊടിച്ച് വെച്ച കുതിർത്ത് വെച്ച അരി പൊടിച്ചു, മിക്സിയിലിട്ട് പൊടിച്ചു. അപ്പം അതിലോട്ട് ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുത്തു. അതേപോലെ ചെറുപഴവും ഏലക്കാൻ കൂടി മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി ഒഴിച്ചതാണ് കേട്ടോ. അത് ഇതാണ് മാവ്. സുത്തുന് ഉണ്ണിയപ്പം ഇഷ്ടമല്ലേ? സുത്തു ഉണ്ണിയപ്പം ഉണ്ടാക്കാം അല്ലേ? ഏലക്കൊക്കെ ഇട്ടതുകൊണ്ട് നല്ല മണം ഉണ്ടാവും കേട്ടോ. ഡോറമൻ സൂപ്പറായല്ലോ. കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ തേങ്ങ കൂടി ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ചെറുതാക്കി അരിഞ്ഞിട്ട് നെയ്യിൽ വറുത്തെടുക്കാം. റെയിൻബോ കളറ് ഇതിന്റെ ഭാഗം റെയിൻബോ ആയി തന്നല്ലേ. പൊട്ട് നെയ്യ് ഒഴിച്ചെടുത്താലോ? നെയ്യ് സുഖം അധികം ഇഷ്ടമല്ല കേട്ടോ. നെയ്യ് മറ്റേ നെയ്യ് പാത്രം ഇടുന്നുണ്ട്. കായ അതായിരിക്കുന്നത്. കുറച്ച് ഒഴിച്ചാൽ അമ്മ അയച്ചത് ഇത്. കുറച്ച് സമയം ഇത് അടച്ച് വെക്കും. ഇത് അമ്മ അയച്ചത് ഇതാണ്. ഡോറമോനോ? അപ്പോൾ കുറച്ച് സമയം ഇനി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, അടച്ച് വയ്ക്കാം. നെയ്യപ്പം ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് 2 ദിവസം മുന്നേ വാങ്ങിച്ചതാണ്. പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ആദ്യമായിട്ടാണല്ലോ ഉണ്ടാക്കണത്. ഇന്നല്ലേ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങണത്. ഞാൻ പാലക്കാട് വീട്ടിൽ പോകുമ്പോഴൊക്കെ മൺചട്ടിയാണ്. ഉണ്ണിയപ്പം പാത്രം മൺചട്ടിയാണ്. ഞാൻ പോകുമ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം അത്ര ഇഷ്ടമാണ് എനിക്ക്. സത്വം ഉണ്ണിയപ്പം സാധാരണ ഇഷ്ടമാണ്.
കുറച്ചതിൽ എണ്ണ തേച്ച് വയ്ക്കട്ടെ. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കാം. എണ്ണ ഒഴിച്ച് വെക്കണോ അതോ എണ്ണ ഇതിൽ തേച്ച് വെക്കണോ? എന്നിട്ട് എണ്ണ ഇങ്ങനെ ആക്കി വെക്കാല്ലേ, കുറച്ച് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. സ്വത്തു ഇപ്പം 3 മണിയായി. അപ്പം ഒരു 4 മണിയൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം കേട്ടോ. അമ്മ ഉണ്ടാക്കിയ മാവ് കറക്റ്റ് ആണോ എന്നൊന്നും അറിയില്ല. ഉണ്ടാക്കി കഴിഞ്ഞാലേ അറിയുള്ളൂ ഇങ്ങനെ ആവുന്നുണ്ടത്. അപ്പം 4 മണിയല്ല 5 മണിയായി കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മാവൊന്ന് നോക്കി നോക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് നോക്കാം കേട്ടോ. മാവ് ഇതെങ്ങനെയായി? 3 മണിക്കാക്കി വെച്ച മാവാണ് കേട്ടോ. 4 മണിക്ക് ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. 5 മണിയായി. പിന്നെ അതിലോട്ട് ഈ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കൂടിയില്ല. കണ്ട, തേങ്ങ കഴിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. തേങ്ങ കൂടിയിടാം. ഇളക്കട്ടെ കേട്ടോ. ഇപ്പം ചട്ടിയിലുണ്ട്, ഞാൻ ചെറുതായിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ പുരട്ടി വെച്ചതാണ്. ഇത് മധുരം ഉണ്ടോ നോക്കിയ സത്യം? ഇത്ര മതിയോ? സ്നാക്സ് ബോക്സ് റൂമില്. അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ ഇതാ റെഡിയായി കേട്ടോ. ഉണ്ണിയപ്പത്തിൻ്റെ കൂടെ ചായയും കൂടി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. സ്വത്ത് റൂമിലിരിക്കുകയാണ് കേട്ടോ. സ്വത്ത് വിളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവന് ചായയും ഉണ്ണിയപ്പവും കൊണ്ടു കൊടുക്കാം. ഞാൻ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ. എങ്കിലും മാവ് റെഡിയാക്കിയപ്പോൾ അത് ശരിയാവുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. എങ്കിലും ഉണ്ണിയപ്പമൊക്കെ ടേസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്. അപ്പോൾ ഇനി നമുക്ക് സ്വത്തുവിന് ഉണ്ണിയപ്പവും ചായയും കൊണ്ടുപോയി കൊടുക്കാം. അവൻ്റെ അഭിപ്രായം എന്താണെന്നൊക്കെ നോക്കാം കേട്ടോ. സ്വത്ത് സൂപ്പറാണെന്നേ പറയുള്ളൂ. ബായ്. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ചായ കൂടെ.